+1 പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്ത് തീർത്തത്. ഭയങ്കര സിമ്പിളായിരുന്നു, ശരിക്കും ഭയങ്കര സിമ്പിളാണ്. ശരിക്കും അത് നമ്മൾ അധികം അങ്ങനെ കുറേ എഴുതി പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ക്യാരി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് നമ്മൾ ഇപ്പം തന്നെ മനസ്സിൽ വെക്കാൻ വേണ്ടി ഞാൻ ഒരു അപ്രോച്ച് ഇടാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ചും കൂടിയും ബെറ്റർ വേയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, നോക്കി നോക്കൂ. ഓക്കെ, നമുക്ക് ഇനി ആം, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഞാൻ കുറെ ഓക്കെ പറയണ്ട് അല്ലേ? കുഴപ്പമില്ല. മൂവിങ് ആവറേജ് ഫ്രം ഡാറ്റ സ്ട്രീം. ഇത് നോക്കി നോക്കാം. ഓ, ഇതൊരു പ്രീമിയമിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇപ്പോൾ അത് മാർക്ക് ചെയ്തിടാം. നമുക്ക് പിന്നെ പ്രീമിയം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാനുള്ളതാണ്. മൂവിങ് ആവറേജ് ഫ്രം ഡാറ്റ സ്ട്രീം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് ഒരു മൂവിങ് ആവറേജ് ആണല്ലേ. അപ്പോൾ ഡാറ്റ സ്ട്രീമിൽ നമ്മൾ വാല്യൂസ് ഇടുന്തോറും നമ്മൾ അതിൻ്റെ ആവറേജ് പുറത്തേക്ക് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റ സ്ട്രീമിൽ നമ്മളൊരു വാല്യൂ ഇടുന്തോറും നമുക്ക് പ്ലസ് ചെയ്ത് വരേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. പ്ലസ് ചെയ്ത് വന്നിട്ട് നമ്മൾ എന്താണ് കൗണ്ട്, അപ്പോഴുള്ള കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മൂവിങ് ആവറേജ് കിട്ടേണ്ടതാണ്. നമുക്ക് പിന്നെ നോക്കാം. എന്താ, ഇതിപ്പോൾ ഓപ്പൺ അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് റെഡ് മാർക്കിൽ ഇട്ടിട്ട് വെക്കാം. Okay. നമുക്ക് പിന്നെ പ്രീമിയം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം എടുത്തിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, നമുക്ക് +1. ഓക്കെ, നമുക്കിപ്പോൾ +1 ചെയ്ത് നോക്കാം. ആം, ഉം, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് അത് മനസ്സിലാക്കി വൈറ്റ് ബോർഡിൽ ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ. You are given a large integer represented as an integer array digits, where each digits of I is the ith digit of the integer. The digits are ordered from most significant to least significant in left to right order. The large integer does not contain any leading zeros. Increment the large integer by 1 and return the resulting array of digits. Okay. കാരണം നിങ്ങൾക്കൊരു വലിയൊരു ഇൻറ്റിജർ തന്നിട്ടുണ്ട്, റെപ്രസെൻറ്റഡ് ആസ് ഇൻറ്റിജർ അറേ ഓഫ് ഡിജിറ്റ്സ്. അപ്പോൾ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇൻറ്റിജർ ആണെന്നാണ് പറയുന്നത്. അതിന് നമ്മളൊരു ഇൻറ്റിജർ അറേ ആയിട്ടാണ് കാണിക്കുക എന്ന് പറയുന്നത്. അതായത് ഈച്ച് ഡിജിറ്റ് എന്ന് പറയുന്നത് ith ഡിജിറ്റ് ഓഫ് ദി ഇൻറ്റിജർ ആണ്. ഓക്കെ, ഡിജിറ്റ്സ് ആർ ഓർഡേർഡ് ഫ്രം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ടു ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡർ. ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിജിറ്റ് ലെഫ്റ്റിലും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിജിറ്റ് റൈറ്റിലുമാണ്. ലാർജ് ഇൻറ്റിജർ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ലീഡിങ് സീറോസ്. അപ്പോൾ എന്താ, ഈ ഏറ്റവും വലിയ ലാർജ് ഇൻറ്റിജർ ആയതുകൊണ്ട് അതിനൊരിക്കലും സീറോ വെച്ച് തുടങ്ങില്ല എന്നാണ് പറയുന്നത്. ഇൻക്രിമെന്റ് ദ ലാർജ് ഇൻറ്റിജർ ബൈ 1 ആൻഡ് റിട്ടേൺ ദ റിസൾട്ടിങ് അറേ ഓഫ് ഡിജിറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, 1 to 3 ആണെങ്കിൽ 1 to 4 വരണം. അറേ റെപ്രസെൻസ് ദ ഇൻറ്റിജർ 1 to 3. ഇൻക്രിമെന്റിംഗ് ബൈ 1 gives 1 to 3 plus 1 equal to 1 to 4. Thus the result should be 1 to 4. 4 3 to 1, 4 3 2 2 ആയി മാറണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ആൻസർ നോക്കാം. ഡിജിറ്റ്സ് ഈക്വൽ ടു 9, അപ്പോൾ 1 0 എന്ന് വരണം. ഇതിലാണ് മാറ്റം വരുന്നത്. മനസ്സിലായില്ലേ? ഇതിലൊരു അറേ റെപ്രസെന്റ് ഇൻറ്റിജർ 9 ഇൻക്രിമെന്റ് ബൈ 1 ഗീവ്സ് 9 + 1 ഈക്വൽ ടു 10 എന്നിട്ട് വരും. ഇതിൽ നമ്മളിപ്പോൾ വെറുതെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന വെച്ചാൽ നമുക്ക് കൂടുതലും ഇതൊരു ക്യാരിയും സമ്മും വെച്ചിട്ട് മാത്രമായിട്ട് നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് സിമ്പിൾ ആവണം. ഇത് വെറുതെ നമ്മളൊരു ക്യാരി നമുക്കൊരു വാല്യൂ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഡിവിഷൻ ബൈ മോഡുലസ് ചെയ്യാം. നമുക്ക് പിന്നെ അതേപോലെ ഡിവിഷൻ ബൈ ന്യൂമറിക്കൽ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കിട്ടേണ്ടതാണ്. നമുക്ക് നമ്മുടെ റിമൈൻഡറും കിട്ടേണ്ടതാണ്, ക്യാരിയും കിട്ടേണ്ടതാണ്. അപ്പോൾ രണ്ടും കൂടി വാല്യൂ വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കി നോക്കാം നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ വൈറ്റ് ബോർഡിൽ പോയിട്ടും ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, +1 ഇത് ശരിക്കും സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമുക്ക് വെറുതെ നമുക്ക് ഇപ്പോൾ +1 പറഞ്ഞപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ 1 2 3 എന്നൊരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു
+1 എന്നുള്ള വാല്യൂ ഇപ്പോൾ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 1 2 4 ആണെന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ 9 മാത്രമാണ്. 9 ആണ് ഏറ്റവും വലിയ വാല്യൂ വിചാരിക്കുകയാണെങ്കിൽ അത് +1 ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ 1 0 എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ എന്താ 1 0 വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ 1 0 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും എന്താ ഈ വാല്യൂൻ്റെ ഒപ്പം വരുമ്പോൾ 1 0 വരാം, പക്ഷേ 0 ഫ്രണ്ടിൽ വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന് എന്താ ക്യാരി ഈക്വൽ ടു 0 എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ക്യാരി ഈക്വൽ ടു 0 നമുക്ക് എന്താണ് എപ്പോഴും നമ്മുടെ ടോട്ടലും ക്യാരിയും തമ്മിൽ നമുക്ക് ഇങ്ങനെ ഈക്വൽ ആയിട്ട് പോകാൻ പറ്റും. ഈ ക്യാരി എന്നുള്ള കൺസെപ്റ്റ് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് വരുമ്പോഴും നമുക്ക് ഇനി എങ്ങാനും കൂടുതൽ ലിങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഈ ക്യാരി എന്ന കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് യൂസ് ആകും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ലിസ്റ്റിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഈ ക്യാരി എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു വൈൽ ലൂപ്പ് നമ്മൾ റൺ ചെയ്യേണ്ടി വരും. അതിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഒരു i ഈക്വൽ ടു നമ്മുടെ ലെങ്ത് ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഡിജിറ്റ്സ് -1 ഇതെന്താ വെച്ചാൽ നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ വരണം. കാരണം നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് ഫ്രണ്ട് എന്നല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ് ബാക്ക് എന്നാണ്. ഇപ്പോൾ 1 2 4 ഒന്നും 9 +1 രണ്ടും ഇവിടെ ഒരു നമ്മളൊരു കൺസെപ്റ്റ് 0,9 ആണെന്നുണ്ടെങ്കിൽ +1 വരുമ്പോഴേ 1 0 വരുന്നുള്ളൂ അല്ലേ. അല്ലാണ്ട് നമുക്ക് എന്താണ് ബാക്ക് എന്നല്ല നമ്മൾ ഫ്രണ്ട് എന്നല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ബാക്ക് എന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ വൈൽ ലൂപ്പ് നമ്മൾ എന്ത് വെച്ചാൽ ഇതും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് 0 ആയിട്ടില്ല, പിന്നെ ക്യാരിയും അവൈലബിൾ ആണ്. അല്ല, ഏതെങ്കിലും ഒന്ന് അവൈലബിൾ ആണ്. ഓർ കണ്ടീഷൻ ആണ്. ഇത് ഏതെങ്കിലും ഒന്ന് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മൾ ഒരു വാല്യൂ ഉണ്ടാവും. നമ്മുടെ ടോട്ടൽ എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞ വാല്യൂന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്യാരിനെ ഇടും. ഓക്കെ, ഈ ടോട്ടലാണ് നമ്മുടെ ബാക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ വെച്ചാൽ ഇപ്പോൾ ഇനി എങ്ങാനും i എന്ന് പറഞ്ഞത്, കാരണം നമുക്ക് ക്യാരി വരുമ്പോഴുള്ള പ്രശ്നം സുഖം എന്തായിരുന്നു, ക്യാരി വരുമ്പോൾ നമുക്ക് ഇപ്പം വെറുതെ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോ നിങ്ങൾക്ക് എങ്ങനെ പറയാം. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ക്യാരി എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സാമ്പിൾ എടുക്കാം. ആദ്യം 1 2 3 എക്സാമ്പിൾ എടുക്കാം. അപ്പൊ ഈ 1 2 3 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത് എനിക്ക് 1 ആഡ് ചെയ്യണം. ഇവിടെ 1 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ക്യാരിനെ 0 എന്ന് വിളിക്കാണ്ട് ക്യാരിനെ ഞാൻ 1 എന്ന് വിളിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ക്യാരിനെ ഞാനിവിടെ 1 കോൾ ചെയ്ത് വിചാരിക്കും. അപ്പൊ ക്യാരിനെ നമ്മൾ 1 ആയിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഈക്വൽ ടു ക്യാരി കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിജിറ്റിന്റെ ബാക്ക്വേർഡ്സ് ഉള്ള വാല്യൂ എടുക്കാം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഡിജിറ്റ് ഓഫ് നമുക്ക് ബാക്ക്വേർഡിന്റെ വാല്യൂ നമുക്ക് എന്താണ് i നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ iനെ ഇവിടെ ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഡിജിറ്റ് ഓഫ് i പ്ലസ് നമ്മുടെ ടോട്ടൽ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വെച്ചാൽ നമ്മുടെ അവസാനത്തെ വാല്യൂ നമുക്ക് കിട്ടും. അവസാനത്തെ വാല്യൂ എന്തായിട്ട് മാറും. ഇപ്പൊ ഇതിന് നമുക്ക് ടോട്ടൽ ഈക്വൽ ടു നമുക്ക് ഇവിടെ ക്യാരി നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതാം ടോട്ടൽ ഈക്വൽ ടു ഡിജിറ്റ് പ്ലസ് 5 പ്ലസ് ക്യാരി എന്ന് എഴുതാം. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് ഓൾറെഡി ടോട്ടൽ ക്യാരി എന്ന് കൊടുക്കുന്നതിനെ വെച്ചാൽ ഇത് നമ്മൾ പുറത്തുനിന്ന് വരുമ്പോഴും നമുക്ക് ഇവിടെ ഒരു ടോട്ടൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഉള്ളിലെ കൊടുക്കുക. അപ്പൊ i പ്രസന്റ് ആണെന്നുള്ളത് കാരണം i കഴിഞ്ഞിട്ടില്ല. കാരണം ഇത്രയും വാല്യൂസ് നമുക്ക് ബാക്കിയുണ്ട്. 1 2 3 എന്ന് പറഞ്ഞ ഫുൾ വാല്യൂസ് നമുക്ക് ബാക്കിയുണ്ട്. കഴിഞ്ഞില്ല. ഈ 9 ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 9 ആകുമ്പോൾ ഫസ്റ്റ് വാല്യൂ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 9 പിന്നെ നമുക്ക് ഡിജിറ്റിൽ വേറെ ഒന്നും ബാക്കിയില്ല അല്ലെ. വേറെ ഒന്നും ബാക്കിയില്ലെങ്കിൽ നമുക്ക് ടോട്ടലിന്റെ ആവശ്യമുണ്ട്. നമുക്ക് എന്താണ് ടോട്ടലിന്റെ ഉള്ളിൽ എന്താണോ ഈ 1 വന്നിട്ട് ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഈക്വൽ ടു ക്യാരി എന്ന് ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ എടുക്കുമ്പോൾ 1 2 3 എന്ന കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് ടോട്ടൽ ഈക്വൽ ടു ഡിജിറ്റ് i പ്ലസ് ക്യാരി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടും ടോട്ടൽ എന്ന് പറയുന്നത് 3 + 1 എന്തായിരുന്നു 4 ആണെന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഈ 4 നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ 4 നമുക്ക് അറിയില്ല എന്താണ് ഇത് എന്താണ് 1 0 പറഞ്ഞാൽ 1 10 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണം. 10 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചോദിച്ചാൽ ഡിവിഷൻ മോഡ് ഓഫ് നമ്മൾ എന്താ വെച്ചാൽ ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ടോട്ടല് 10 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിവിഷനും കിട്ടും മോഡുലസും കിട്ടും. ഇത് പൈത്തന്റെ ഒരു ഫംഗ്ഷനാണ് ഡിവിഷൻ മോഡുലസ് കിട്ടാണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഡിവിഷൻ, ഇതാണ് മോഡുലസ്. ഇത് രണ്ടും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും. ഇതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ ഡിവിഷനും മോഡും ചെയ്ത് മാത്രം. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ക്യാരി വാല്യൂ. ഇപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യാരി. നമ്മൾ എന്താണ് മോഡുലസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ വാല്യൂ. ഈ വാല്യൂന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അതിലോട്ട് അപ്പൻഡ് ചെയ്യണം. റിസൾട്ടിലോട്ട് നമ്മൾ അപ്പൻഡ് ചെയ്യും. അപ്പൊ എന്തായി മാറും ക്യാരിയിൽ നമ്മൾ എന്താണ് 4 നമുക്ക് ബാക്കിൽ കിട്ടും. 4 നമുക്ക് എന്താണ് ക്യാരി റിസൾട്ടിൽ നമുക്ക് എന്താണ്
4 നമുക്ക് അപ്പൻ്റെ ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ക്യാരി എന്ന് പറയുന്ന വാല്യൂ പിന്നെ തിരിച്ച് ഇതേപോലെ ഈ വൈൽ ലൂപ്പിൽ വീണ്ടും വരും. അപ്പൊ ഫ്രണ്ടിൽ വരും. അപ്പൊ പിന്നെ ഈ 2 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെങ്കിൽ ഡിജിറ്റ് ഓഫ് ഐ കാരണം ബാക്ക് നിന്ന് ബാക്കിക്ക് പോലെ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ ഐ മൈനസ് ഈക്വൽ ടു 1 ഇടണം. കാരണം പിന്നിക്ക് വരണം അല്ലേ. അപ്പോൾ കാരണം നമ്മൾ വൈൽ ലൂപ്പാണ് ഇടുന്നത്, അല്ലാണ്ട് ഫോർ ലൂപ്പ് അല്ല. അപ്പൊ വൈൽ ലൂപ്പ് ഇടുമ്പോൾ നമുക്ക് ഐ മൈനസ് ഈക്വൽ ടു 1 ഇടണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ബാക്കിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്താ ഓരോ വാല്യൂസിനും ഇപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ഈ 1 ആഡ് ചെയ്ത് വരും. ഓക്കെ അല്ലേ. അതങ്ങനെ ചെയ്തപ്പോൾ പക്ഷെ ഇത് ക്യാരി നമുക്ക് എന്താണ് ഇവിടുത്തെ നമുക്ക് കിട്ടുക. അപ്പൊ ക്യാരി ഇപ്പൊ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ 0 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ക്യാരി മാറും. ഇവിടെ ടോട്ടലിൽ നമുക്കൊന്നും വരില്ല. ഡിവിഷൻ മോഡ് ഓഫ് ടോട്ടൽ ബൈ 10 ചെയ്യുന്നത് 0/10 0 ആയി മാറും. നമുക്ക് റിസൾട്ടിനുള്ളിലേക്ക് ഒന്നും അപ്പൻ ചെയ്യേണ്ടി വരില്ല. ഓക്കെ അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുമ്പോൾ ഡോട്ട് അപ്പൻ്റെ 4 വരും. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ളത് എന്ത് വെച്ചാൽ ഇവിടെ ആദ്യം നമ്മൾ 4 വരും. പിന്നെ നമുക്ക് എന്താണ് ഈ 2 വരും. പിന്നെ 1 വരും. കാരണം ക്യാരി 0 ആയതുകൊണ്ട് നമുക്ക് ഒന്നും ആഡ് ചെയ്യണ്ടായിരുന്നില്ല. ഓക്കെ അല്ലേ. ക്യാരി 0 ആയിട്ട് മാത്രം നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ നമുക്ക് എന്താവും നമ്മൾ ഇതിന് വെച്ചാൽ എന്താണ് ആകെ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളതിന് റിവേഴ്സ് ചെയ്യാം. നമുക്ക് എന്തായി മാറും 1 2 4 ആയി മാറും. ഇവിടെ എന്തായി മാറും വെച്ചാൽ ഇവിടെ നമുക്ക് എന്താണ് 9 അല്ലേ വരുന്നത്. ഇപ്പൊ 9 വരുമ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 അപ്പൻ്റെ ആയി മാറും. കാരണം എന്താണ് ഫസ്റ്റ് വാല്യൂ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 0 അപ്പൻ്റെ ചെയ്ത് വരും. അപ്പൊ അല്ല സോറി ആദ്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം 0 അപ്പൻ്റെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 അപ്പൻ്റെ വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഒരു -1 ചെയ്യുമ്പോൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായി മാറും അത് 1 0 ആയിട്ട് കൺവേർട്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിപ്പോ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആകെ നമുക്ക് എന്താണ് 1 2 3 + 1 എന്നുള്ള 1 2 4 എന്നുള്ള കൺസെപ്റ്റ് ഇടുമ്പോൾ നമുക്ക് ലെസ് ദാൻ 9 ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം എന്ന് മാത്രമേ നമുക്ക് ചെയ്യണം. അല്ല ലെസ് ദാൻ 9 ആകുമ്പോൾ +1 ചെയ്തിട്ട് ബാക്കിൽ എഴുതുക. ഇപ്പൊ 9 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ഒരു 1 ഇട്ട് കൊടുക്കുക. ഇത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതല്ലാണ്ട് നമുക്ക് എന്താണ് ഒരു ഫുള്ളി ഡിജിറ്റ് ഒരു ക്യാരിയും അപ്പൻഡും എടുത്തിട്ടുള്ള ക്യാരിയും നമുക്ക് ഡിവിഷനും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വാല്യൂ ചെയ്ത് പോകണം. ഇത് എന്താണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതേ സെയിം കൺസെപ്റ്റ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റും കൂടി നമ്മൾ പഠിക്കാൻ വെക്കേണ്ടത്. ഓക്കെ അല്ലേ. നമ്മൾ വൈറ്റ് ബോർഡിൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതേ പ്രോബ്ലം നമുക്ക് ഇവിടെ നോക്കി നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഞാൻ ചെയ്തത് ഈ വഴിയിലാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ChatGPT ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ വെറുതെ 9 ഒക്കെ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. ഞാൻ പറഞ്ഞ പോലെ ലിങ്ക്ഡ് ലിസ്റ്റ് കൺസെപ്റ്റും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാരി വെച്ചിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ആകെ ചെയ്യേണ്ട ആവശ്യം എന്താ വെച്ചാൽ ക്യാരി ഈക്വൽ ടു 1 ഇടണം. എന്തിനാ ക്യാരി ഈക്വൽ ടു 1 ഇടുന്നത്? ക്യാരി ഈക്വൽ ടു 0 ഇടാണ്ട് ക്യാരി ഈക്വൽ ടു 1 ഇടുന്നതിനുള്ള ഒരൊറ്റ കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാക്ക് നിന്ന് ആഡ് ചെയ്ത് പോകണം എന്നുള്ളതുകൊണ്ട്. പിന്നെ അതാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് 1 ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ക്യാരി ഇവിടെ ഇട്ടിട്ട് നമുക്ക് 1 ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് എന്താണ് പിന്നെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് കൊടുക്കാം. ഇനി എന്താണ് വൈൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ ക്യാരി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ഡിജിറ്റ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ക്യാരി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ. ഡിജിറ്റ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ കൂടി ഇടേണ്ട ഒരു ആവശ്യം വരുന്നത്. ഇപ്പൊ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻഡെക്സ് വർക്ക് ആവുള്ളൂ അല്ലെ. അപ്പൊ ഈ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാരി ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഡിജിറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ക്യാരി നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മുടെ ക്യാരി 1 ആവും. അപ്പൊ നമുക്ക് ഏറ്റവും ബാക്കത്തെ വാല്യൂന്റെ ഒപ്പം നമ്മൾ എന്താണ് ക്യാരി ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് -1 ഇടുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് തൊട്ട് മുന്നത്തെ വാല്യൂലേക്ക് എത്തും. പിന്നെ നമുക്ക് എന്താണ് ക്യാരി മാറ്റണം അല്ലെ. അപ്പൊ ക്യാരി എങ്ങനെയാണ് മാറുന്നത്? ക്യാരി എന്ന് പറയുന്നത് ഒരു ഡിവിഷനും മോഡും കിട്ടുകയാണ്. ഇത് സെയിം ആണ്. ഇത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഡിവിഷൻ വാല്യൂ ആയി മാറും. പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ മോഡ് വാല്യൂ ആയിട്ട് മാറും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതേ സെയിം സാധനം നമ്മൾ ഒരൊറ്റ ഫംഗ്ഷനിൽ തന്നെ പൈത്തൺ നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷൻ വെച്ച് ഡയറക്റ്റ് നമുക്ക് ആ വാല്യൂസ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പിന്നെ എന്താണ് ഇതിൽ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം മോഡ് എന്ന് പറഞ്ഞാൽ എന്താ റിമൈൻഡർ ആണ് അല്ലേ. അപ്പം നമ്മുടെ വാല്യൂ എന്താണ് റിമൈൻഡർ ആയി മാറും. അപ്പോൾ റിമൈൻഡർ ഈക്വൽ ടു വാല്യൂ ആവും. അപ്പോൾ നമ്മുടെ വാല്യൂ എന്താണ് റിമൈൻഡർ ആയിട്ട് വരും. കാരണം എന്താ നമുക്ക് എപ്പോഴും എന്താണ് നമുക്കറിയാം ഒരു ഡിജിറ്റിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ആ ഡിജിറ്റിന്റെ ബാക്കി വരിക. ഇത് റിമൈൻഡർ ബൈ 10 ആട്ടോ. സോറി ഡിവിഷൻ ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നതാണ് നമ്മുടെ വാല്യൂ ആയിട്ട് വരിക. ആ വാല്യൂ ഫോം ചെയ്ത വാല്യൂ ആയിട്ട് വരിക. അതിന്റെ ഡിജിറ്റ് ആയിട്ട് വരിക. ഫോം ചെയ്ത ഡിജിറ്റ് ലാസ്റ്റത്തെ ഡിജിറ്റ്. പിന്നെ മറ്റേത് എന്താണ് ക്യാരി ആയിട്ട് വരുന്നത്? കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ ആണ് മുകളിൽ വന്നത് ആ വാല്യൂ എന്തായിട്ട് മാറും? നമ്മുടെ ക്യാരി ആയിട്ട് വരും. അടുത്ത വാല്യൂൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൈൻഡർ വാല്യൂ ആയി മാറും. പിന്നെ എന്താണ് ക്യാരി എന്ന് പറയുന്നത് എന്തായി മാറും? നമ്മുടെ ഡിവിഷന്റെ റിസൾട്ട് ആയി മാറും. ഡിവിഷൻ റിസൾട്ട് ഡിവിഷൻ
റിസൾട്ട് ഈക്വൽ ടു ക്യാരി ആയി മാറും. ഓക്കെ, അപ്പോൾ ഡിവിഷൻ റിസൾട്ട് ക്യാരി ആയിട്ട് മാറും. അങ്ങനെയല്ല എഴുതാൻ പറ്റുന്നത്. ഇപ്പോൾ പൈത്തണ്ട് ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും വാല്യൂ ഈക്വൽ ടു റിമൈൻഡർ എന്നും ക്യാരി ഈക്വൽ ടു ഡിവിഷൻ റിസൾട്ട് എന്നും ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെയാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് നമ്മൾ ക്യാരിയും വാല്യൂ നമ്മൾ ഡിവിഷൻ മോഡ് ഓഫ് ടോട്ടൽ ബൈ 10 ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ കോമ 10 ചെയ്യുന്നത്. അപ്പോൾ 10 വെച്ചിട്ടാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് വാല്യൂ പുറത്തേക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് വെച്ചാൽ റിസൾട്ട് ഡോട്ട് അപ്പൻഡ് ഓഫ് വാല്യൂ ചെയ്യും. നമ്മൾ ഈ വാല്യൂ റിസൾട്ടിലോട്ട് അപ്പൻഡ് ചെയ്യുന്നു. ഇത് നമുക്ക് എന്താണ് ഓരോരോ വാല്യൂ ആയിട്ട് മുന്നിലേക്ക് പോകുന്തോറും നമുക്ക് എന്താണ് നമുക്കറിയാം ഇവിടെ രണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ഇൻഡെക്സ് എക്സിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്യാരി എക്സിസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു വാല്യൂ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പറയാൻ വെച്ചാൽ ക്യാരി മാത്രം എക്സിസ്റ്റ് ചെയ്യണല്ലോ എന്ന് അറിയണം. അപ്പോൾ ടോട്ടൽ ഈക്വൽ ടു ക്യാരി എന്നിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ വരും ഇത് മൊത്തമായിട്ട് പോകില്ല, ഇത് മൊത്തമായിട്ട് പോകും. ഇപ്പോൾ 9 എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ എക്സാമ്പിൾ കാണിച്ച് ചെയ്ത 9 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ 9 എന്ന് പറഞ്ഞ വാല്യൂൻ്റെ ഉള്ളിൽ എന്താവും, ഈ ഇത് വരുന്നത് അവസാനം വരുമ്പോൾ ക്യാരി ഒരു 1 വരില്ലേ, ആ 1 ഇവിടെ എത്തും. ആ 1 ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അല്ല 1 അല്ല, ക്യാരി എന്ന് പറയുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ 9 വരുമ്പോൾ 10 വരും അല്ലേ. അപ്പോൾ 10 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് 10 0 വന്നിരുന്നു. അപ്പോൾ അത് 0 വരും ക്യാരിയിൽ. അപ്പോൾ എന്താണ് 1 വരും. അപ്പോൾ ഓക്കെ 1 വരും. ആ 1 എന്ന് പറഞ്ഞ വാല്യൂ ആ 1 എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പോൾ എവിടേക്ക് വരിക, 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ടോട്ടലിൽ വന്നിട്ട് സേവ് ആവും. എന്നിട്ട് ടോട്ടൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഡിവിഷൻ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് എന്താണ് ക്യാരി 0 ആയി മാറും, വാല്യൂ 1 ആയി മാറും. ആ വാല്യൂ നമ്മൾ ഇവിടെ വരും. അപ്പോൾ എന്താ വെച്ചാൽ 0,1 എന്ന് പറഞ്ഞിട്ട് എഴുതും. എന്നിട്ട് നമ്മൾ എന്താണ് ആ റിസൾട്ടിനെ നമ്മൾ എന്താണ് റിവേഴ്സ് ചെയ്തിട്ട് 1,0 എന്നാക്കി മാറ്റി. ഓക്കെ, സെയിം കൺസെപ്റ്റ് ആണ്. ആകെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇൻഡെക്സ് കഴിഞ്ഞാലും ക്യാരി എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളൊരു ഓർ കണ്ടീഷൻ ഇടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഡെക്സ് കഴിഞ്ഞാലും ക്യാരി എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ. പക്ഷെ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മുടെ വാല്യൂസുമായിട്ട് ഇൻഡെക്സ് എന്താ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്ത് അത് ഡയറക്റ്റ്ലി ഫ്രണ്ടിൽ ഇടുന്ന പോലെയാണ്. ഈ ഭാഗങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ ഇടുന്ന പോലെയാണ്. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തിരുന്നു ഓൾറെഡി, വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടിൽ നിന്നൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. എന്താ ഇപ്രാവശ്യം എന്താ കാണിക്കണം, ഇപ്രാവശ്യം അതിനെ കാണിച്ചു. ഓക്കെ, കണ്ടതിൽ നന്ദി. നമുക്കിനി അടുത്ത ക്വസ്റ്റിന് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ.